എൻ്റെ ജീവിതത്തിലൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം പനക്കലച്ചൻ്റെ ക്ലാസ്സിൽ കൂടെ ദൈവം ഇരുതല വാളിനേക്കാളുള്ള മൂർച്ചയേറിയ വചനങ്ങൾ തന്ന് എന്നെ സുഖപ്പെടുത്താൻ തുടങ്ങി. അന്നത്തെ ദിവസം കുമ്പസാരത്തിൻ്റെ ദിവസമാണ്. കുമ്പസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. അന്ന് ഊണ് കഴിഞ്ഞ ഉടനെ 2 മണിക്കത്തെ ശുശ്രൂഷയ്ക്ക് മുമ്പ് കുമ്പസാരിക്കാനായിട്ട് വിടും. അങ്ങനെ അലോൺസ്മെൻ്റ് ചെയ്തു. ഞാൻ അന്ന് ആഹാരം കഴിക്കാതെ എല്ലാവരും ഊണ് കഴിക്കാൻ പോയപ്പം ഞാൻ കുമ്പസാര കൂട്ടിലേക്കാണ് പോയത്. 2 മണി കഴിഞ്ഞപ്പോഴത്തേന് കുമ്പസാരത്തിന് സമയമായി. പ്രേക്ഷകർ വിളിക്കുന്നതനുസരിച്ച് പോകാൻ പറഞ്ഞു. ഞാൻ അവർ വിളിക്കുന്നതിന് മുമ്പ് കുമ്പസാര കൂട്ടി പോയി കാത്തിരിക്കരുത്. ഒരു വൈദികൻ വന്നു, പുരോഹിതൻ വന്നു, കുമ്പസാര കൂട്ടിയിരുന്നു. ഞാൻ അവിടെ മുട്ടുമടക്കി. എനിക്ക് കുമ്പസാരിക്കാൻ അറിയത്തില്ല. ദൈവമേ എന്ന് വിളിച്ചാൽ കുമ്പസാരിച്ച്. പക്ഷെ ഞാനറിയാതെ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എല്ലാം എണ്ണി ഞാൻ പറയാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നൊരു 3/4 മണിക്കൂറോളം ഈ പാപങ്ങൾ പറഞ്ഞ പുരോഹിതൻ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ അനുഗ്രഹിച്ചപ്പോൾ ഞാൻ അവിടുന്ന് എണ്ണിച്ച് മാറിയപ്പോൾ എൻ്റെ ശരീരത്തു നിന്ന് എന്തൊക്കെയോ വിട്ടുപോലെ അനുഭവമായി. ഞാനൊരു പൂ പോലെയായിരുന്നൊരു പക്ഷിയെ പോലെയായി പറക്കുന്നൊരു അനുഭവം പോലെയായി. കുമ്പസാരത്തിൽ കൂടെ എൻ്റെ പാപങ്ങളെല്ലാം കഴുകി മാറ്റി എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കിയെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ആ സമയം മനസ്സിലാക്കി. അതാണ് എന്നിൽ സംഭവിച്ചിരിക്കാൻ മനസ്സിലായി. ഞാൻ അവിടുന്ന് ഓടി ഡിവൈൻ്റെ ഒരു അടുത്ത് ചെന്ന് മൂത്രപ്പുരയുടെ അടുത്ത് ചെന്ന് ഞാനിവിടെ കണ്ണാടി നോക്കിയപ്പോൾ എൻ്റെ മുഖത്തിനൊക്കെ പ്രത്യേക സൗന്ദര്യം ഉണ്ടായി. എനിക്ക് മനസ്സിലായി എനിക്കെന്തോ സംഭവിച്ചു. കർത്താവ് എന്നെ തൊട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അവിടുന്ന് ഞാൻ നേരെ വചനം കേൾക്കാനായിട്ട് ഓഡിറ്റോറിയത്തിൽ പോയത് ഏറ്റവും പുറയിലേക്കെല്ലാം പോയി. അതിൻ്റെ സെൻറ്ററിലേക്ക് നടുഭാഗത്തേക്ക് പോയിരുന്നു. അവിടുന്ന് വചനം കേൾക്കുന്ന എനിക്ക് പോരാന്ന് മനസ്സിലായി. അനുഭവ സാക്ഷ്യം കേൾക്കുന്ന പോരാന്ന് മനസ്സിലായി. അങ്ങനെ ദൈവത്തെ കാണാനുള്ള ആഗ്രഹത്തിലേക്ക് പിന്നെ എൻ്റെ ആഗ്രഹങ്ങൾ കൂടുകയായിരുന്നു. അവിടുന്ന് ഞാൻ പിന്നീട് വ്യാഴാഴ്ച ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. ഞാൻ ബുധനാഴ്ച വൈകിട്ട് തീരുമാനിച്ചു വ്യാഴാഴ്ച രാവിലെ ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കണം. പനക്കലച്ചൻ വന്ന് വചനം പറയുമ്പോൾ ആദ്യം എനിക്കായിരിക്കണം കിട്ടുന്നത്, എന്നിട്ട് മറ്റുള്ളവരെ കിട്ടാവുന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഫ്രണ്ടിൽ പോയി സീറ്റ് ചോദിച്ചത്. അങ്ങനെ ദൈവം തന്നു. ഞാൻ ആ ഫ്രണ്ടിൽ പോയിരുന്നു. അങ്ങനെ വ്യാഴാഴ്ച ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ എല്ലാവരും ചായ കുടിക്കാനായിട്ട് വിട്ടു. ഞാനും ചായ കുടിച്ചിട്ട് വന്നു. എല്ലാവരും പെട്ടെന്ന് വരണം. അന്ന് രോഗശാന്തി കിട്ടിയ അത്ഭുത അടയാളങ്ങൾ അവിടെ സാക്ഷ്യപ്പെടുത്തുന്ന നേരമായിരുന്നു. 5 മണിയായപ്പോഴത്തേക്കിന് സ്റ്റേജിലെല്ലാവരെയും വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ കൂടെ വന്ന ആ പ്രായമുള്ള അപ്പച്ചൻ വലത്ത് കൈയും വലത്ത് കാലം തളഞ്ഞ് ഒരു സൈഡ് തളർന്നു പോയ അപ്പച്ചനെ മക്കളും ഞാനുടെ കൂട്ടി താങ്ങിക്കൊണ്ടാണ് ഡിവൈനിലേക്ക് കൊണ്ടുവന്നത്. ഈ അപ്പച്ചൻ ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് മനസ്സിൽ ചിന്ത തുടങ്ങി. അങ്ങനെ 2-3 പേരുടെ പേര് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് വിളിക്കുന്ന ഇടത്തോ പച്ചയെന്ന് വന്ന ഈ അപ്പച്ചൻ്റെ പേരാണ് വിളിക്കുന്നത്. ഞാനിങ്ങനെ നോക്കുമ്പോൾ കിടത്തെ കട്ടിലിൽ നിന്ന് അപ്പച്ചന് പെതിയെ നടന്ന് വരുന്നതാണ് ഞാൻ കാണുന്നത്. സ്റ്റേജിൽ വന്ന് വർഷങ്ങളോളം തളർന്നു കിടന്ന അപ്പച്ചൻ്റെ വലങ്കര ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കേട്ടപ്പോഴത്തേക്കിന് ഞാൻ അവിടുന്ന് നെഞ്ചത്ത് അടിച്ച് കരഞ്ഞ് വിളിച്ചു. എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് കരഞ്ഞ് ഞാൻ, കർത്താവേ അവിടുന്നാണ് എനിക്ക് വേണ്ടിയാണ് ഈ അപ്പച്ചനെ സുഖപ്പെടുത്തി, എൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ്, എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഈശോയും അപ്പച്ചനെ സുഖപ്പെടുത്തിയെന്നുള്ള പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായി. അവിടെ നിന്ന് നിലവിളിക്കാൻ തുടങ്ങി. കർത്താവേ ഈ 4ാം ക്ലാസ്സുകാരനായ എന്ത് പറയാൻ അറിയാൻ വയ്യാത്ത എന്നെ കർത്താവേ അവിടുത്തെ ഒരു ഉപകരണമാക്കി എന്നെ തിരഞ്ഞെടുക്കണമേ എന്ന് പിന്നെ പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കിന് കർത്താവേ ശനിയാഴ്ച ആകുമ്പോൾ പോകണം, എന്നെ തൊടണമേ, എനിക്ക് പറഞ്ഞു തരണമേ, ഞാൻ ആരാണെന്നുള്ള എനിക്ക് ബോധ്യം തരണമേ എന്ന് പറഞ്ഞു. എനിക്ക് യേശുവിനെക്കുറിച്ച് ഞാൻ തിരുവല്ലയിൽ എല്ലാവരോടും പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കറിയത്തില്ല കർത്താവേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി വചനോത്സവ മാസിക മോൻ വിതരണം ചെയ്ത് ജീവിക്കാൻ പറഞ്ഞു. ഞാൻ ചുവട് തുമ്മുന്ന സമയത്ത് അനേകം മക്കളുടെ വീടുകളിലും കടകളിലും കയറി വചനോത്സവ മാസിക വിതരണം ചെയ്യാൻ പോയി. അങ്ങനെ വർഷങ്ങൾ ഒരു 3-4 ആയപ്പോഴത്തേക്കിന് അനേകം മക്കൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ മാറ്റം കണ്ടപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടി ഞങ്ങളും മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി, ഞങ്ങൾക്ക് മാറ്റണം. അപ്പോഴത്തേക്ക് ഒന്നും കൂടെ സന്തോഷമായി. ഒന്നും പറയാതെ ഒന്നും ചെയ്യാതെ എൻ്റെ പ്രവൃത്തിയും മാറ്റം കണ്ട് അനേകം മക്കൾ യേശു ക്രിസ്തുവിനെ അറിയാൻ തുടങ്ങി എന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അന്ന് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഇനിയും കൂടുതൽ വേല ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങി. അങ്ങനെ ഈശോ പറഞ്ഞു മദ്യപാനികളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ അനേകം മദ്യപാനികളുടെ ഇടയിൽ തിരുവല്ലയുടെ പ്രദേശങ്ങളും അല്ലാതെ പല പ്രദേശങ്ങളിലേക്കും കർത്താവിനെ അയക്കാൻ തുടങ്ങി. ചങ്ങനാശ്ശേരി, കോട്ടയം, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കും, പത്തനംതിട്ട, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ദൈവം എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി.
അനേകം മക്കളെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. അനേകർ സുഖപ്പെടുന്നു, അനേകർ ദൈവത്തിന് സാക്ഷിയായിട്ട് ജീവിക്കുന്നു. ഭയങ്കരമായ സന്തോഷമായി, പറയാ തീരാത്ത സന്തോഷം വീണ്ടും തുടങ്ങി. അങ്ങനെ ഒരു ദിവസം എനിക്ക് മല്ലപ്പള്ളി ശാലോം കാരുണ്യ ഭവനിലേക്ക് പോകാനുള്ള അവസരം ദൈവം ഒരുക്കി തന്നു. അവിടെ ചെന്നപ്പോൾ അന്തേവാസികളാണ്, മാനസരോഗികളാണ്. അവരെ കണ്ടപ്പോഴത്തേക്കിന് മനസ്സിനകത്ത് ഭയങ്കര സന്തോഷമായി. കർത്താവേ, മക്കൾക്ക് വേണ്ടി വേല ചെയ്യാൻ എന്നെ ഒരുക്കണമേ എന്ന് പറഞ്ഞു. കർത്താവ് എനിക്ക് അതിനുള്ള തീരുമാനം തന്നു. അവിടെ നടത്തുന്ന 2 സഹോദരങ്ങളോട് ചോദിച്ചു, ഞാനിതുപോലെ ആൾക്കാരെ കൊണ്ടുവന്ന് നിങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എടുക്കുമെന്ന് പറഞ്ഞു. ധ്യാനച്ചനെ പോലുള്ളവരെ വേണ്ടിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ടൗണിൽ ചുമട് വിമാനമായിട്ട് വന്നപ്പോൾ ഒരു രാമേന്ദ്രൻ എന്നുള്ള ഒരു പ്രായമുള്ള അപ്പച്ചനെ കണ്ടുമുട്ടി. മാനസരോഗിയാണ്. അപ്പച്ചനെ പിടിച്ചപ്പം കൈ തെന്നിപ്പോകുന്ന അനുഭവമായിരുന്നു. അതുപോലെ ചെളിയൊക്കെ ഉണ്ട്. അപ്പച്ചനെ പിടിച്ച് കയറ്റി ഓട്ടയിലാക്കി മല്ലപ്പള്ളി കാരുണ്യ ഭവനിൽ ചെന്ന് ഞാൻ തന്നെയാണ് അപ്പച്ചനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രം ഇട്ടു. അപ്പച്ചനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ധ്യാനം കൂടുന്ന സുഖം, കുർബാനയിൽ അനുഭവം ഉണ്ടാകുന്ന അത്രയും സുഖങ്ങൾ ഈ അപ്പച്ചനെ കുളിപ്പിച്ചപ്പോൾ കിട്ടി. എങ്ങുമില്ലാത്തൊരു ആനന്ദം, ദൈവത്തെ കൂടുതൽ കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. പിന്നീട് തിരുവല്ലായിലും പല പ്രദേശങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കി നടക്കണം. പാവങ്ങൾ എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. ഞാൻ ചുമടുമാൻ വരുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയ ഞാൻ അവരെ കോരിയെടുത്ത് തിരുവല്ല ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ സീരിയസ് ആണ്, എന്നോട് പറയും ലാല കോട്ടയം മെഡിക്കൽ. അങ്ങനെ അവരെ കോട്ടയം മെഡിക്കൽ. അങ്ങനെ ഓരോ ദിവസങ്ങളും ഇതേമാതിരി എൻ്റെ കൂടെ പണിയുന്നവർ 10,000 രൂപ ശമ്പളം മേടിക്കുമ്പോൾ ആ മാസം എനിക്ക് 2,000-3,000 കാണത്തുള്ളൂ. അപ്പോൾ പലരും പറയും നിനക്ക് മനസ്സുരോഗം പിടിച്ചോന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ അല്ലെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സുരോഗം പരിശുദ്ധാത്മാവെന്ന് പറയും. ദൈവം എന്നെ വഴി നടത്തുന്നു. കഴിഞ്ഞ കാലത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്നേ മരിച്ചു പോകേണ്ടിയാണ്. എന്നെ ദൈവം വഴി നടത്തുന്നു. എൻ്റെ ദൈവം കൂടെയുണ്ട്. ആ ദൈവത്തിന് വേണ്ടി ഞാൻ വേല ചെയ്യുന്നു. അങ്ങനെ തിരുവല്ലായിലെ നല്ലൊരു സാമൂഹിക പ്രവർത്തനമായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് അനീഫ എന്ന് പറഞ്ഞൊരു കുഷ്ഠരോഗി, ഒരു ഭിക്ഷാടകനായിരുന്നു, എൻ്റെ സുഹൃത്തായിരുന്നു, എൻ്റെ കൂട്ടുകാരനായിരുന്നു, എല്ലാമായിരുന്നു. അദ്ദേഹം വർഷങ്ങളോളം തിരുവനന്തപുരത്ത് നിന്ന് വന്നു. എൻ്റെ വലിയ സ്നേഹിതനായിരുന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വലിയൊരു സ്വത്താണത്. അദ്ദേഹം ഒരു ദിവസം വീണപ്പം നടുവിൻ്റെ കണ്ണിക്ക് പ്രശ്നമായി. അദ്ദേഹത്തെ നടക്കാൻ പറ്റാത്ത അവസ്ഥ. ആർക്കും അദ്ദേഹത്തെ വേണ്ട. ഞാൻ അദ്ദേഹത്തെ കൈവിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ കോരിയെടുത്ത് അദ്ദേഹം കിടന്ന കടത്തിണ്ണയിൽ കൊണ്ട് കിടത്തിയിട്ട് എന്നും വന്ന് ശുശ്രൂഷിക്കും. പക്ഷെ ഞാൻ വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് എൻ്റെ ജീവിത പങ്കാളി ഈ അനീഫായിക്ക്, ഈ കുഷ്ഠരോഗിക്ക് വേണ്ടി കാപ്പി അനജി തരും. അതുകൊണ്ട് അനീഫായെ കുടിപ്പിച്ചതിന് ശേഷം കുർബാനയ്ക്ക് പോയിട്ട് നേരെ തിരിച്ചു വന്ന് അനീഫായുടെ ഡ്രസ്സുകളെല്ലാം മാറ്റി വൃത്തിയാക്കി ആഹാരം കൊടുത്ത് 3 ദിവസം കടത്തിണ്ണയിട്ട് ശുശ്രൂഷിച്ചു. പിന്നീട് ഞാൻ പറഞ്ഞു, അനീഫ ചേട്ടാ, നമുക്ക് ഇവിടുന്ന് പോവാം. നമുക്ക് ചേർത്തലയിൽ ഒരു കുഷ്ഠരോഗി ആശ്രമമുണ്ട്, സിസ്റ്റർമാർ നടത്തുന്ന, അവിടെ പോകാൻ പറഞ്ഞു. എൻ്റെ കൂട്ടുകാരനായി ഇടത്തുവയലെ സ്നേഹവനത്തിൻ്റെ ജോണിക്കുട്ടിയെ വിളിച്ചു. പുള്ളി വന്നു. ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയെ കയറ്റി സ്നേഹവനത്തിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി. ഞാൻ പിറ്റേ ദിവസം തിരുവല്ലായിന്ന് കാറും കൊണ്ടുപോയി. അനീഫ ചേട്ടനെ കാറിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം എൻ്റെ മാറോട് ചേർത്ത് കിടക്കുക കുഷ്ഠരോഗിയായി, പഴുപ്പും എല്ലാം ഒഴുകുന്നു. അദ്ദേഹം എന്നെ മാറി കിടന്നുകൊണ്ട് കരയുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ അനീഫ ചേട്ടാ കരയെന്ന് ചോദിച്ചു. എൻ്റെ കുഷ്ഠരോഗിയായി എന്നെ മാറത്ത് കിടത്തുവാനായിട്ട് ലാലിച്ചന് കിട്ടിയത് ദൈവത്തിൻ്റെ കൃപയും കൊണ്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതുപോലൊരു അവാർഡ് ഇനി എൻ്റെ ജീവിതത്തിൽ കിട്ടുമോ എന്ന് ഞാൻ സ്വപ്നം പോലും കാണുന്നില്ല. അതുപോലൊരു അവാർഡാണ് ആ കുഷ്ഠരോഗിയായ അനീഫ ചേട്ടൻ എനിക്ക് തന്നത്. അവിടുന്ന് ചേർത്തല കുഷ്ഠരോഗി ആശ്രമത്തിൽ കൊണ്ടാക്കി അവിടുന്ന് ഇറങ്ങാൻ നേരം ഞാൻ പോകാൻ പറഞ്ഞപ്പം അദ്ദേഹം വേങ്ങലടിച്ച് കരഞ്ഞു. ഞാൻ തിരിച്ചു വന്ന് വീണ്ടും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. 4ാമത്തെ ദിവസമായപ്പോൾ അവിടെ നോക്കുന്ന സിസ്റ്റർമാരോട് പറഞ്ഞു, എനിക്ക് ലാലിനെ കാണണമെന്ന് പറഞ്ഞു. അവരോടന്നെ ഫോൺ ചെയ്തു, ലാലിച്ചൻ ഓടി വരണം, അനീഫ ചേട്ടനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചുമന്ന സമയമായിരുന്നു. അവിടുന്ന് വീട്ടിൽ പോയി കുളിച്ച് ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കിന് വീണ്ടും ഫോൺ, അനീഫ ചേട്ടൻ മരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹവും ജീവിച്ചിരുന്ന ആഗ്രഹവും ഞാൻ മാത്രമായിരുന്നു. എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല അനീഫ ചേട്ടൻ. എന്നും ഓർക്കുന്ന, ആത്മാവിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കും. ഇതുപോലെ ഒരുപാട് 100 സംഭവങ്ങൾ. അനേകം മക്കൾ വഴിതെറ്റി വന്ന മക്കളെ തിരിച്ച് ഭവനത്തിലേക്ക് വിടാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. ആദ്യമായിട്ട് വിട്ടത് ബോംബെക്കാരനായ ഗാംഗുലിയായിരുന്നു. ഗാംഗുലിയാണ് ആദ്യമായിട്ട് ഭവനത്തിലേക്ക് വിടുന്നത്. അങ്ങനെ ആന്ധ്രാക്കാരൻ ഒരു മകൻ ശബരിമലയ്ക്ക് വന്നത് കൂട്ടം തെറ്റിപ്പോയി. ആ മകനെ 2ാമത് വിടുന്നു ആന്ധ്രയിലേക്ക്. അങ്ങനെ 100 കണക്കിന് മക്കളെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ എത്തിക്കാനായിട്ട് ഈ ചുമട്ടുതൊഴിലാളിയായ ഈ 4ാം ക്ലാസ്സാണ്, ഒരു വിവരമില്ലാത്ത
എന്നെ എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് എങ്ങനെ നന്ദി പറഞ്ഞാൽ തീർക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അവസാനം വരെ നന്ദി പറഞ്ഞാലും തീരാത്ത പോലെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എന്നെ, എൻ്റെ കുടുംബത്തെയും, എൻ്റെ നാട്ടുകാരെയും എൻ്റെ വീട്ടുകാരെയും എല്ലാം സ്നേഹിക്കുന്ന ഈശോ. ദൈവത്തിന് എന്ന് നന്ദി പറഞ്ഞാലും തീരാത്ത അവസ്ഥയിലാണ് എന്നെ ദൈവം ഓരോ ദിവസം വഴി നടത്തുന്നത്. ഇന്ന് തിരുവല്ല ഗവൺമെൻറ് ആശുപത്രിയിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മുറി തന്നിട്ടുണ്ട്. വഴിയിൽ വീണ് കിടക്കുന്ന മക്കളെ ശുശ്രൂഷിക്കാൻ ദൈവം അവിടെ ഒരിടം തന്നു. മാനസികമായ മക്കളെ ഇടത്തുവാ സ്നേഹവനത്തിലാണ് ഇന്ന് കൊണ്ടെത്തിക്കുന്നത്. അവിടുത്തെ 100 പേരുണ്ടെങ്കിൽ 50 പേരോളം ഞാൻ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇന്ന് തിരുവല്ല പട്ടണത്തിൽ നോക്കിയാൽ ഒരു മക്കൾ പോലും വഴി കിടപ്പില്ല. എല്ലാവരെയും എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നു. ദൈവം കുർബാനയിൽ കൂടെ എന്നെ ബലപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. മനസ്സിനകത്ത് ഒത്തിരി വേദനകളുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു കുടീനെ അല്ലല്ലോ ഒരു കല്യാണം കഴിഞ്ഞ് വരും ആ രാത്രികളിലായാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യന് ഒരു രീതിയല്ല മനസ്സിൽ എൻ്റെ ആഗ്രഹങ്ങൾ. പക്ഷേങ്കിൽ അതിൻ്റെ വിപരീതമായിട്ടായിരുന്നു. അടിയും തലക്കിട്ടൊക്കെ അടി, ഭിത്തിയെ കൂട്ടി ഭിത്തിയിലോട്ട് ഇങ്ങനെ നമ്മൾ അടുക്കലിരിക്കുവാണെങ്കിൽ, കട്ടിലേൽ ഇരിക്കുവാണെങ്കിൽ ഭിത്തിയിലോട്ട് തല വെച്ചടിക്കുമായിരുന്നു. അപ്പോൾ അത് 1-2 പ്രാവശ്യം ആയപ്പോഴത്തേക്കും പേടിച്ചിട്ട് അങ്ങനെ ഇരിക്കാതെ വരും. പക്ഷേങ്കിൽ ആ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കണം, അങ്ങനെ നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇറങ്ങി ഓടുമായിരുന്നു. അടി കിട്ടാതൊക്കെ ഒത്തിരി കുറച്ചൊക്കെ ഓടിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ ശേഷം കുഞ്ഞുങ്ങളെ കൊണ്ട് പോലും ഞാൻ ഓടിയിട്ടുണ്ട്. പിന്നെ 2 പ്രാവശ്യം ഞാൻ ഇനി ജീവിക്കുന്നില്ല എന്നുള്ളത്. കാരണം എൻ്റെ വീട്ടുകാർക്കും ഒരു വിഷമമാകും. കാരണം ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത മോള്, അവർ നല്ല രീതിയിൽ എന്നെ കല്യാണം കഴിച്ച് വിട്ടു. ഒരു സന്തോഷം അവർ അന്ന് മുതലേ അവർക്ക് ദുഃഖമായിരുന്നു. കാരണം മൂത്ത മോളെ വിട്ടു നല്ല സന്തോഷത്തിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിലല്ലേ എല്ലാ മാതാപിതാക്കളും കെട്ടിച്ചു വിടുന്നത്. പക്ഷേ എങ്കിൽ എനിക്കത് പറ്റിയിട്ടില്ല. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ എനിക്ക് ജീവിക്കണമെന്ന് പോലും ഇല്ലാതെ കണ്ട് ഞാൻ 2 പ്രാവശ്യം തിരുവല്ല റെയിൽവേ പാളത്തിൻ്റെ അവിടം വരെ ഞാൻ ഓടിയിട്ടുണ്ട്. അന്നേരം ഞാൻ കുഞ്ഞുങ്ങളെ ഒന്നും ഓർത്തിട്ടില്ല. അതുപോലെ എനിക്ക് പ്രയാസം വന്ന് ഞാൻ ഓടിപ്പോയിട്ടുണ്ട്. എങ്കിൽ എന്നിട്ടും എനിക്ക് പിന്നെ പുറമോട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തും എൻ്റെ ദൈവത്തെ പിന്നെ ഞാൻ മുറുക്കെ പിടിച്ചു. എനിക്ക് നല്ലൊരു ജീവിതം തരണം. ഞാനായിട്ട് അന്വേഷിച്ചു കൊണ്ടൊന്നുമല്ല. എൻ്റെ ദൈവം നീ എനിക്ക് കൂട്ടിച്ചേർത്ത് തന്നല്ലേ, അതുകൊണ്ട് ഈ മനുഷ്യനെ നല്ലതാക്കി എനിക്ക് നീ തരണമെന്ന് ഞാൻ കണ്ണുനീരോടെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. താഴേന്ന് കയറി വരുമ്പോഴേ നമുക്കറിയാം ആൾ വരുന്നുണ്ടെന്നുള്ള വിവരം. കാരണം പിന്നെ മുണ്ട് പോലും ശരിക്കും ഉടുക്കാൻ പറ്റത്തില്ല. കാരണം ഉരിഞ്ഞു പോകുങ്ങ്. പിന്നെ കാലൊന്ന് എങ്ങനെ പറയുന്ന വീണ കയറി വരുന്നത്. ചെറിയ വഴിയായിരുന്നു, നമ്മുടെ വീടിൻ്റെ അവിടെ ചെറിയ വഴിയായിരുന്നു. കയറി വരുന്നത് താഴേന്നേ കേൾക്കാൻ ബഹളം. അങ്ങനെ അത് കയറി വരുന്നത്. കയറി വന്നു. പിന്നെ ചോറ് എടുത്തു വെക്കുന്ന ചോറ് പക്ഷേ കഴിക്കത്തൊന്നുമില്ല. എനിക്കും പിന്നെ കഴിക്കാൻ പറ്റത്തില്ല. ആദ്യം കുറേ നാളുകളൊക്കെ വിളമ്പി വെച്ച് നോക്കിയിരിക്കും, കാണത്തില്ല, കഴിക്കത്തില്ല. അപ്പോൾ ഞാനും അങ്ങനെ കിടക്കും. പിന്നെ ആയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞപ്പം അമ്മച്ചി പറയും അവൻ കഴിച്ചില്ല, കഴിക്കണ്ട, പിന്നെ പട്ടിണി കിടക്കണ്ട, കുഞ്ഞുങ്ങളെ വളർത്തണ്ടല്ലേ, അതുകൊണ്ട് കഴിച്ചിട്ട് കിടക്കുന്നെന്ന് പറഞ്ഞില്ല. എന്നാലും നമുക്ക് മനസ്സിന് സമാധാനം ഇല്ല. കഴിക്കാതല്ലേ കിടക്കുന്നത്. കഴിക്കാതെ കിടക്കുന്ന പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ കുളിക്കത്ത് പോലും ഇല്ല. കാരണം കുളിക്കാനുള്ള ആ കാലുറച്ച് നിൽക്കുന്നില്ല. നമ്മൾ വെള്ളം അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് ഇരുത്തി തലേ വെള്ളം ഒഴിച്ച് തലയുടെ കെട്ട് വിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ വിശപ്പ് തോന്നത്തില്ല, കുറേ വെള്ളം കുടിച്ചുകൊണ്ടൊക്കെ കിടക്കും. പിന്നെ വെളുപ്പിന് 3 മണി 4 മണി ആകുമ്പോഴത്തേക്കും ഉണർന്ന് വെച്ചും വെള്ളം കോരി കുടിക്കും. കവലയിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു പേടിയും പിന്നെ എന്താ പറയേണ്ടത്, അവർക്ക് ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലായിരുന്നു അന്ന്. കാരണം പിന്നെ കവലയിൽ ശരിക്കും എല്ലാവർക്കും ഒരു പേടിയായിരുന്നു കുടിച്ചിട്ട് വരുമ്പോഴത്തേക്കും. കാരണം ഒരു ഗുണ്ടയുടെ, കാരണം അങ്ങനെ ആയിരുന്നു, ആ രീതിയിലായിരുന്നു. ഞാൻ കവലയിൽ പോയി പിടിച്ച് കൊണ്ടുവന്നിട്ടുമുണ്ട്. തിരുവല്ല ടൗണിൽ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിളിച്ചു ഓട്ടോക്കാർ പറഞ്ഞ് അവിടെ ചെന്ന് ഞാൻ പിടിച്ച് വലിച്ച്
എനിക്ക് വലിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല ആ സമയത്ത്. കാരണം നല്ല ആരോഗ്യമില്ല അന്ന്. കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ആരോഗ്യം കൂടത്തല്ലേ ഉള്ളൂ. പിന്നെ ഒരു ഓട്ടോയ്ക്കകത്തോട്ട് മറിച്ചിട്ടെന്ന് വേണം പറയണം. അതുപോലെ ഉന്തി തള്ളി കയറ്റി ഓട്ടോക്കാർ അന്ന് നമുക്കറിയാവുന്ന പിള്ളേരായിരുന്നു. അവർ വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്നാലും കയറ്റാൻ അകത്തൊരു പറ്റത്തില്ല. അതുപോലെ വെളിവില്ലാതെ വരുന്നത്. അപ്പം ഓരോരുത്തരും ഓരോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കുള്ള ഉണ്ടാകുന്ന വിഷമങ്ങളെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെൻ്റെ വീട്ടിൽ പോലും എല്ലാം ഒന്നും എനിക്ക് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം എൻ്റെ അപ്പനും അമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ലാൽച്ചാൻ്റെ കൂടെ കുടിച്ച് നടന്നിട്ടുള്ളവരാരും ഇന്ന് ഈ ഭൂമിയിലില്ല. അവരെല്ലാം മരിച്ചെന്ന് പറഞ്ഞാൽ കുടിച്ച് മരിച്ചു, അടിയുണ്ടാക്കി, അങ്ങനെയും എല്ലാം. 1-2 പേരേ ഉള്ളൂ അന്ന് കൂടെ ഉള്ളവർ ഇന്ന് ഈ കവലയിലുള്ളത്. ഇതെല്ലാവരും കുടിച്ച് തന്നെ എല്ലാം കരളും ശംഖും എല്ലാം തീർന്ന് അങ്ങനെ മരിച്ചതെല്ലാവരും. എൻ്റെ പ്രാർത്ഥന കൂടുതൽ എടത്തുവപ്പള്ളിയിലായിരുന്നു. അവിടെ ചേർന്ന് കല്യാണം. എൻ്റെ വീട് എടത്തുവയിലാണ്. അപ്പം പിന്നെ കൂടുതലും സമയങ്ങളിൽ ഞാൻ എടത്തുവപ്പള്ളിയിലായിരുന്നു പ്രാർത്ഥിക്കാനും. ഞായറാഴ്ച കുർബാന പോലും അവിടെ പോയായിരുന്നു കൂടി അവിടെ പോയിരുന്നു. എൻ്റെ ദൈവത്തോട് ഞാൻ കണ്ണുനീർ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനായിട്ട് തേടിയെടുത്തതല്ല, നീ തന്നെ കൂട്ടിച്ചേർത്താന്ന്. പക്ഷെങ്കിൽ ആ മനുഷ്യനെ ഇനി പിന്നെ ഒരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നത്, കുഞ്ഞുങ്ങൾ അറിവായി വരിക. മോന് ഒരു 6 വയസ്സാകുമ്പോൾ ഒന്നിച്ചേർക്കണം, സൺഡേ സ്കൂളിൽ വിടണം. അതുപോലെ മോളെ ആ സമയത്തെങ്കിലും എൻ്റെ ദൈവം നീ നല്ലതാക്കി ഒരു കുടിയൻ്റെ മക്കളായെന്ന് പറയാൻ നീ എനിക്കവിടെ തരല്ലേ എന്ന് ഞാൻ കണ്ണുനീർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ടു. കാരണം മോന് 6 വയസ്സ് 5 വയസ്സായി. അവനെ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്ന സമയത്ത് അപ്പൻ്റെ കുടി മാറി. അവരെ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ സൺഡേ സ്കൂളും പഠിപ്പിക്കാൻ എനിക്ക് പറ്റി. ദൈവത്തെ അറിഞ്ഞ് തന്നെ അവരും വളർന്നു. അവർ കുഞ്ഞിലെ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ചെറുതായിട്ട് ഓർക്കുമായിരിക്കും. അപ്പ കുടിച്ചിട്ട് വന്നതായിട്ടൊക്കെ ചെറുതായിട്ട് 2 വയസ്സ് വരെ മോക്ക് 2 വയസ്സായപ്പം പാപ്പാടെ കൂടി മാറി. അപ്പോൾ അവരെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് എനിക്ക് അന്ന് മുതൽ എനിക്ക് നല്ല സന്തോഷമാണ്. കാരണം ഓരോരുത്തരുടെ കേൾക്കാൻ കൂടി മറുടെ മക്കൾ വരുമ്പോഴത്തേക്കുള്ള നിന്ദകൾ, അത് ആ നിന്ദകളെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകല്ലേ ദൈവമേ എന്നുള്ള പ്രാർത്ഥന അതെൻ്റെ ദൈവം കേട്ടു. ഈ സെൻറ്റ് ജോൺസ് മെത്രാപ്പോലിത്തൻ കത്തീഡ്രൽ ഇടവകയ്ക്ക് ലാലച്ചായൻ എന്നും ഒരു അഭിമാനമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വരികൾ ജീവിതത്തിൽ അനർത്ഥമാക്കി തീർത്ത ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ലാലച്ചായൻ. 13-ാമത്തെ വയസ്സിൽ കള്ളിൻ്റെ രുചി നാവിലറിഞ്ഞ വ്യക്തിയാണ്. അന്ന് മുതൽ കള്ളും ചാരായവും അതോടൊപ്പം തന്നെ മദ്യവും ലഹരികളും ഒക്കെ ആയിട്ടിങ്ങനെ കഴിഞ്ഞ്, മദ്യം കുടിച്ചു കഴിഞ്ഞിട്ട് ലഹരിയിലാണ്ട് കാണിക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ നാട്ടിലും നാട്ടുകാർക്കും കാണിച്ചു കൂട്ടി വളരെ ഒരു ദുർവൃത്തിയിൽ ജീവിച്ചതായ ഒരു വ്യക്തിയെ യേശുദം വരാൻ തൊട്ടപ്പോൾ ജീവിതത്തിൽ മാനസാന്തരമുണ്ടായി ഒരു വലിയ പരിവർത്തനത്തിൻ്റെ പാതയിലേക്ക് ലാലച്ചായനും കുടുംബവും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും തിരിച്ചു വന്ന ഒരു കഥയാണ് ലാലച്ചായന് സ്വന്തമായിട്ട് ഉള്ളത്. ഇന്ന് ആദ്യമേ തന്നെ എന്തിൻ്റെ കെടുതിയിൽ ലാലച്ചായൻ്റെ ജീവിതം നഷ്ടപ്പെട്ടോ, എന്തൊക്കെ ലാലച്ചായൻ നേടിയെടുത്തോ അവിടെ തന്നെയാണ് ആദ്യം ആരംഭിക്കുന്നത്. ആയത് മദ്യപാനികളെ എല്ലാം കണ്ടുപിടിച്ച് അവരെ എല്ലാം ഉപദേശിച്ച് അവരെയൊക്കെ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞു വിട്ട് അവരിലൊക്കെ മാനസാന്തരം ഉണ്ടാക്കാനായിട്ട് ലാലച്ചായൻ്റെ ജീവിതം പിന്നീട് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതൊരു വലിയ അനുഗ്രഹമായി. എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ ഈ ഇടവകയിലായിരിക്കുമ്പോൾ ഏതെങ്കിലും കുടുംബങ്ങളെ മദ്യപാനത്തിൻ്റെ അടിമകളായി തീരുന്നുവെങ്കിൽ, പ്രശ്നങ്ങളുണ്ടാകുന്നെങ്കിൽ ഞാൻ ഉടനെ ലാലച്ചാനെ വിളിക്കും. ലാലച്ചാനോട് പറയും, ദേ ഇന്ന വീട്ടിൽ ഇന്ന ആൾ മദ്യപാനത്തിന് അടിമയാണ്, ലാലച്ചാൻ ഒന്ന് ശ്രമിച്ചു നോക്ക്. ലാലച്ചാൻ
വളരെ മനസ്സോടുകൂടി അവിടെ പോകും, അവരുമായി സംസാരിക്കും, അവരെ ഏതെങ്കിലും രീതിയിൽ മദ്യപാനത്തിൽ നിന്ന് മാറുവാനുള്ള ഉപദേശങ്ങൾ കൊടുക്കും, അവരെ ധ്യാനയോഗങ്ങളിൽ പങ്കെടുക്കും, അവരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വീണ്ടും തിരിച്ചു കിട്ടിയ അനുഭവം. അപ്പോൾ ഈ ഒരു വലിയ മനോഭാവത്തിൻ്റെ ഒരു അംഗീകാരമാണ് സഭയിൽ നിന്നും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തു നിന്നും ധാരാളം അവാർഡുകൾ ഈ ലാലച്ചായന് ലഭിച്ചിട്ടുണ്ട്. ഒരിക്കൽ തിന്മയുടെ ആൾരൂപമായിരുന്നു ലാലൻ എന്ന മനുഷ്യൻ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമാകുന്ന കരസ്പർശത്താൽ വിടുതൽ പ്രാപിച്ച ഈ മനുഷ്യൻ ഇന്ന് അനേകരെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്നു. ലഹരിക്കടിമപ്പെട്ടവർ, ആരോരുമില്ലാത്ത അനാഥർ, എല്ലാം ഉണ്ടായിട്ടും ഉപേക്ഷിക്കപ്പെട്ടവർ, അങ്ങനെ എല്ലാവരെയും തേടി ലാലൻ ചേട്ടൻ ഓരോ ദിവസവും തിരുവല്ല പട്ടണത്തിൻ്റെ തിരക്കിലേക്ക് ഇറങ്ങുന്നു. നമ്മുടെ ലാലൻ ചേട്ടൻ നമ്മുടെ ആശുപത്രിക്ക് വിലമതിക്കാനാവാത്ത സേവനമാണ് തരുന്നത്. ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശുപത്രിയിൽ ആരോഗ്യമില്ലാത്ത ആരെങ്കിലും അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലാലൻ ചേട്ടനെ വിളിക്കുകയും ലാലൻ ചേട്ടൻ ആ രോഗിയുടെ പരിചരണം ഒരു ബൈസ്റ്റാൻഡറായിട്ട് നിന്നുകൊണ്ട് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് പതിവ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആശുപത്രിയുടെ ഒരു പാലിയേറ്റീവ് കെയർ വാർഡുണ്ട്. ആ വാർഡിൽ ഉള്ള പേഷ്യൻസിനെ എല്ലാം നോക്കുന്നത് ലാലൻ ചേട്ടൻ തന്നെയാണ്. ലാലൻ ചേട്ടൻ്റെ കൂടെയുള്ള രാജു എന്ന വ്യക്തിയും കൂടെയാണ് അവിടെ നോക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിനെ പലപ്പോഴും ഗവൺമെൻറ് ആശുപത്രി ആയതുകൊണ്ട് പാവപ്പെട്ട ഒത്തിരി പേഷ്യൻസ് ഇവിടെ വരാറുണ്ട്. പലർക്കും ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും കാണുകയില്ല. അവരെ ചിലപ്പം മെഡിക്കൽ കോളേജിലേക്കൊക്കെ റെഫർ ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമൊക്കെ വരും. ഇതിനൊക്കെ ലാലൻ ചേട്ടൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുനിസിപ്പാലിറ്റിയും ലാലൻ ചേട്ടൻ്റെ ഈ പ്രവർത്തനത്തെ ഒത്തിരി പിന്തുണയ്ക്കുകയും നമ്മുടെ ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് 90കളിലെ ലാലൻ ചേട്ടൻ നേരത്തെ മദ്യപാനിയായിരുന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മാനസാന്തത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അതെല്ലാം മാറി പൊതുജന സേവനത്തിനും പാവപ്പെട്ടവർക്ക് വേണ്ടിയും തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് ഒരു മദർ തെരേസയുടെ സേവനത്തോട് ഉപമിക്കത്തക്ക രീതിയിൽ ഈ പാവപ്പെട്ട രോഗികളെ ചെയ്യുന്ന ഈ വലിയ സേവനം എന്നും നമുക്ക് ഓർമ്മിക്കാനുള്ളത് ഉള്ള ഒരു കാര്യമാണ്. ഈ ആശുപത്രിയിലേക്ക് ഞാൻ വന്നിട്ട് 2 വർഷമായിട്ട് ലാലൻ ചേട്ടന് ഞാൻ എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. അതോടൊപ്പം ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ലാലൻ ചേട്ടന് ഇതുപോലെ ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് എപ്പോഴും എന്നെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ പലപ്പോഴും ആരോഗ്യമില്ലാത്ത പേഷ്യൻസിനെ ഇവിടെ കൊണ്ടുവരും. പലപ്പോഴും പോലീസ് റോഡിൽ കിടക്കുന്ന പല പേഷ്യൻസിനെ എടുത്തുകൊണ്ട് വരും. എമർജൻസി ആയിട്ട് അത്യാഹിത രീതിയിൽ കൊണ്ടുവരും. ഈ സമയത്തൊക്കെ നമ്മൾ ഡോക്ടർമാരും നമ്മുടെ സ്റ്റാഫും ലാലൻ ചേട്ടനെയാണ് വിളിക്കുന്നത്. ലാലിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു വാക്കിൽ പറഞ്ഞാൽ അവസാനിക്കുന്ന കാര്യമല്ല. കാരണം ഞങ്ങളുടെ ഈ പോലീസ് ഔദ്യോഗിക ജീവിതത്തിൽ നിരവധി കേസുകളിൽ പ്രായമായവരെ ബന്ധുക്കൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലർക്കും പേരൻസിനെ നോക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ബന്ധുക്കളില്ലാതെ വരുന്ന അവസരത്തിൽ പോലും നമ്മൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വൃദ്ധസ്ഥാനത്തിൽ എവിടെ എത്തിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന രൂപം ലാലിൻ്റെയാണ്. വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ഈ ഉറ്റവരും ഉടയവരും ഇല്ലാത്ത അനാഥരായിട്ട് വരുന്നവരും ബന്ധുക്കളുണ്ടായിട്ട് അവർ സ്വീകരിക്കാൻ തയ്യാറാകാത്ത അങ്ങനെയുള്ളവരെയും നമ്മൾ ലാലിനെയാണ് അതിനു വേണ്ടി നമ്മൾ സമീപിക്കുന്നത്. വിളിച്ച ഉടൻ തന്നെ ലാലിനതെത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങളും മറ്റ് അവരെ അവരുടെ ലാലിൻ്റെ സ്വന്തം പേരൻസിനെ പോലെ തന്നെ അവരെ കെയർ ചെയ്ത് വേണ്ട രീതിയിൽ എല്ലാ ശുശ്രൂഷകളും ചെയ്ത് ഞാനിനി എങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ നല്ല രീതിയിൽ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന്
പലരും ഇവിടെ നന്ദി പറഞ്ഞ് ലാലിനോടും ഇവിടെ തിരിച്ചു വന്ന് എന്നോടും നന്ദി പറഞ്ഞിട്ട് അവരുടെ ശരിക്കുള്ള ജീവിതത്തിലേക്ക് പലരും മടങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഓട്ടോ ഓടിക്കുകയാണ്. ഞാൻ പ്രത്യേക ലാലൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാലൻ ചേട്ടനെ വർഷങ്ങളുടെ പരിചയമുണ്ട് എനിക്ക്. ഞങ്ങൾ ഈ തിരുവല്ലയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഓട്ടം പോകുമ്പോൾ വിശന്ന് അലഞ്ഞ് നടക്കുന്ന പലരെയും കാണാറുണ്ട്, ആരും ഇല്ലാത്തവരെ കാണാറുണ്ട്. അതിങ്ങനെ പല ദിവസങ്ങളിൽ ഇങ്ങനെ ടൗണിൻ്റെ പല ഭാഗത്തൂടെ ഞങ്ങളിങ്ങനെ പോകുന്ന കാണുമ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർ തന്നെ സംസാരിക്കും, ഇത് ഒത്തിരി ദിവസമായല്ലോ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് വിശന്ന് ഇങ്ങനെ നടക്കും, നമുക്ക് എന്തോ ചെയ്യും, നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ എന്തോ പറ്റുന്നത് ഞങ്ങളിങ്ങനെ അന്വേഷിക്കുമ്പോൾ ലാലൻ ചേട്ടൻ്റെ കാര്യം ഞങ്ങളിങ്ങനെ പെട്ടെന്ന് പറയും. അദ്ദേഹത്തെ വിളിച്ചാൽ അതിനുള്ള ഒരു ശാശ്വത പരിഹാരം കിട്ടും. അദ്ദേഹത്തിന് അറിയാവുന്ന ഒത്തിരി അഭയഭവൻ പോലെ ഈ വൃദ്ധസദനങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹം കൊണ്ട് അത് അവിടെ ആക്കിക്കോളും. അതിന് ഉത്തമനായ ഒരാൾ ലാലനാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ലാലൻ ചേട്ടനെ വിളിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ലാലൻ ചേട്ടനെ അങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട. നമ്മൾ പോകുന്ന വഴിക്ക് തിരുവല്ലയിൽ ഏതെങ്കിലും ദിക്കിൽ വെച്ച് എന്നും കാണാൻ സാധിക്കുന്ന ഒരു മനുഷ്യന്, ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ തിരുവല്ലയിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ലാലൻ ചേട്ടൻ. ഞങ്ങൾ ഉടനെ വിളിച്ചുകൊണ്ട് വരും. ലാലൻ ചേട്ടൻ ഉടൻ തന്നെ സ്വന്തം ചിലവിൽ ഓട്ടോ പിടിച്ച് എത്ര ദൂരെയാണല്ലോ ഉടൻ തന്നെ ഞങ്ങൾ കാണുന്ന ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് പല അഭയഭവനിലേക്കും വൃദ്ധസദനത്തിലേക്കും ഫോൺ ചെയ്ത് ചോദിക്കും, എൻ്റെ ഇങ്ങനെ ഒരാളുണ്ട്, അവിടെ വേക്കൻസി ഉണ്ടോ എന്നിങ്ങനെ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ അന്നേരം ഓർക്കും ലാലൻ ചേട്ടൻ്റെ ആ ആത്മാർത്ഥത കാണുമ്പോൾ അതിശയിച്ചു പോയി ഞങ്ങൾ. അപ്പോൾ പെട്ടെന്ന് വിളിച്ചേച്ച് ഒരു പ്രാവശ്യം എന്നെയും കൊണ്ട് തന്നെ മല്ലപ്പള്ളി കുന്തന്താനത്തൊക്കെ പല ഒരാളെയും കൊണ്ട് പലയിടത്ത് പോയി കൊടുക്കുക, അവിടെ എങ്ങും വേക്കൻസി ഇല്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് എടത്തുവായ്ക്ക് വിളിച്ചു ചോദിച്ചു. എടത്തുവായ്ക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ഉണ്ട്, എളുപ്പം കൊണ്ടുവരാൻ പറഞ്ഞ് ലാലൻ ചേട്ടൻ്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടെന്ന് ഓട്ടോയെ കയറ്റി അദ്ദേഹത്തിന് വേണ്ട ആഹാരമെല്ലാം മേടിച്ചു കൊടുത്ത് വെള്ളം കൊടുത്ത് പെട്ടെന്ന് അവിടെ കൊണ്ടാക്കി. അത് തന്നെയല്ല, അവിടെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ലാലൻ ചേട്ടൻ്റെ ഉത്തരവാദിത്തം തീരുന്നില്ല. എല്ലാ മാസവും പോയി തിരക്കിട്ടിപ്പോൾ തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ ലാലൻ ചേട്ടൻ്റെ കെയർ ഓഫിലുള്ള കുറച്ച് പേരൂടെ ഉണ്ട്. എന്നും ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ ഓടി വന്ന് മോനെ എളുപ്പം നമുക്ക് പോയി ചില ഭക്ഷണം മേടിക്കണമെന്ന് പറഞ്ഞാൽ അത്രയും പേരെ എണ്ണത്തിലുള്ള ഭക്ഷണം മേടിച്ചുകൊണ്ട് വരിക. അവർക്ക് വേണ്ട വെള്ളം കന്നാസിനകത്ത്, ആശുപത്രി വെള്ളമില്ലാത്തപ്പോൾ കന്നാസിനകത്ത് ഓട്ടോയ്ക്ക് പോയി എടുത്തുകൊണ്ട് വരും. അത്രയ്ക്ക് ഉത്തരവാദിത്തം ലാലൻ ചേട്ടൻ. തിരുവല്ലായ്ക്ക് ഒരു ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ലാലൻ ചേട്ടനെ അല്ലാതെ ഒരാൾ ഇവിടെ ഇല്ല. ആരോരുമില്ലാത്ത മനുഷ്യരുടെ ജ്യേഷ്ഠനും പിതാവുമാകുവാൻ ദൈവം ഈ മനുഷ്യന് അനന്തമായ കൃപ നൽകി. റോഡരികിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുവാനും ആശുപത്രികളിൽ കുടിവെള്ളം എത്തിക്കുവാനുമെല്ലാം സജീവമായി ലാലൻ ചേട്ടൻ ഇന്നും തിരുവല്ല പട്ടണത്തിലുണ്ട്. കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്നവരാണ് അധികവും, കാണേണ്ടതും മാത്രം കാണുന്നവർ. എന്നാൽ ലാലന് എല്ലാം കാണാം. തന്നെ തേടി വന്ന യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ലാലന് എല്ലാം കാണാനും കേൾക്കുവാനും കഴിയുന്നു. മുറിവേറ്റവരെയും തകർന്നവരെയും ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നു. ദൈവസ്നേഹത്താൽ കൊളുത്തപ്പെട്ട ഈ സ്നേഹദീപം അനേകർക്ക് പ്രചോദനമാകുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ തിരുനാമം എന്നെന്നും മഹത്വപ്പെടുമാറാവട്ടെ.